നമസ്കാരം. കോവിഡിന് 5 വർഷത്തിന് ശേഷം വീണ്ടും ചൈനയിൽ നിന്നൊരു വൈറസ് വ്യാപനത്തിന്റെ വാർത്ത വരുന്നുണ്ട്. HMPV അഥവാ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് വ്യാപകമായി പടരുന്നു എന്നാണ് റിപ്പോർട്ട്. ലക്ഷണങ്ങൾ കോവിഡിന് സമാനം. ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന രോഗബാധ പ്രായമായവർ, കുട്ടികൾ എന്നിവരെ ഗുരുതരമായി ബാധിക്കുന്നു. നിലവിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്നും മന്ത്രി പറയുന്നുണ്ട്. എന്താണ് HMPV? വിശദമായി പരിശോധിക്കാം. നമുക്കൊപ്പം ആരോഗ്യ വിദഗ്ധർ തത്സമയം ചേരുന്നുണ്ട്. സ്വാഗതം ന്യൂസ് ഈവനിംഗിലേക്ക്. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് സംശയമുണ്ടെങ്കിൽ യൂട്യൂബ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ എഴുതിയാൽ ഞാനത് നമ്മുടെ ആരോഗ്യ വിദഗ്ധരോട് ചോദിക്കുകയും ചെയ്യും. അതിഥികളായി നമുക്കൊപ്പം എത്തുന്നവർ ഡോക്ടർ അമർ ഫെറ്റിൽ, കോവിഡിന്റെ നോഡൽ ഓഫീസറായിരുന്നു, ഒപ്പം ഡോക്ടർ NM അരുൺ എന്നിവരാണ്. ആദ്യം ഡോക്ടർ NM അരുൺ, എന്താണ് HMPV എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മീഡിയകളിലൊക്കെ വരുന്ന വാർത്ത ചൈനയിൽ ഇത് വ്യാപകമായി പടരുന്നു എന്നാണ്. കുറേ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ആധികാരികത നമുക്കറിയില്ല. ചൈന ആ തരത്തിലേക്ക് അതിൻ്റെ ആധികാരികത സ്ഥിരീകരിക്കുന്നു ചെയ്യുന്നില്ല. ഏറ്റവും ഒടുവിലായർ പറയുന്നത് അങ്ങനെ ഒരു ആശങ്കയുടെ കാര്യമൊന്നുമില്ല, ഇത് ശൈത്യകാലത്ത് കാണപ്പെടുന്ന ഒരസുഖം മാത്രമാണ്, ഇത് എല്ലാ വർഷവും ഉള്ളതാണ്, കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ രോഗബാധിതരുടെ എണ്ണം കുറവാണ് എന്നൊക്കെയുള്ള ഒരു വിശദീകരണം അല്പം മുൻപ് വന്നതായി കാണുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിൽ അവരുടെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണമില്ല, ലോകാരോഗ്യ സംഘടന ഒന്നും പറയുന്നുമില്ല. എന്നാൽ ഇതിങ്ങനെ വാർത്താമാധ്യമങ്ങളിൽ നിറയുമ്പോൾ പൊതുജനത്തിനൊരു ആശങ്ക ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, കോവിഡ് ഉണ്ടായ ഒരു സമയം 5 വർഷം മുൻപ് അത് നമ്മളിലേക്ക് എങ്ങനെയാണ് എത്തിയത്, എവിടെ നിന്നാണ് എത്തിയത്, ചൈന ആ സമയത്തൊക്കെ അതെങ്ങനെയാണ് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പുറത്തു വിടാതിരുന്നത് എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു ആശങ്കയുടെ ആവശ്യമില്ല എന്നുള്ളത് ആരോഗ്യ വിദഗ്ധർ പറയുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. അതാണ് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു ചർച്ച ഇന്ന് സംഘടിപ്പിക്കുന്നത്. ഡോക്ടർ NM അരുൺ, എന്താണ് HMPV? ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എന്ന് പറഞ്ഞ വൈറസ് ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷനെയാണ് നമ്മളിപ്പോൾ ചൈനയിൽ പടർന്നു പിടിക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു ഇൻഫെക്ഷൻ. ഒരു വൈറസാണ്, ഒരു RNA വൈറസാണ്. എന്നാൽ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മുടെ SARS-CoV-2 മാതിരി ഒരു പുതിയ വൈറസ് അല്ല. ഇത് 2001 നെതർലൻഡ്സിലാണ് ആദ്യമായിട്ട് ഡിറ്റക്ട് ചെയ്തത്. പക്ഷെ അന്നാണ് പുതുതായിട്ട് കണ്ടതെന്നല്ല, ചുരുങ്ങിയത് ഒരു 60 വർഷം മുമ്പ് മുതൽ, അതായത് 2000-ന് 60 വർഷം മുമ്പ്, 1940 മുതലെങ്കിലും ഇവോൾവ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു വൈറസാണ്, ഒരു RNA വൈറസാണ്. അതുകൊണ്ട് ഇത് പുതിയതല്ല. അതാണ് ഒന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് സാധാരണ ഉണ്ടാകുന്ന ജലദോഷപ്പനി, ചുമ പൂർത്തിയാക്കാം. പക്ഷെ ഞാൻ ഒരു സംശയം ഒന്ന് ഇടപെട്ട് ചോദിക്കട്ടെ. ഇത് പുതുതല്ല എന്ന് പറയുന്നു. ഇപ്പോൾ ചൈനയിൽ നിന്നൊക്കെ വരുന്ന വിശദീകരണവും അങ്ങനെ തന്നെയാണ്. ഇത് കഴിഞ്ഞ വർഷവും ഒക്കെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് തണുപ്പ് കാലത്തുണ്ടാകുന്നതാണ് എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഇത് ഇത്തവണ ഇതൊരു വാർത്തയായി മാറിയിരിക്കുന്നത്? ചിത്രങ്ങൾ സഹിതമൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ആധികാരികത നമുക്കറിയില്ല. പക്ഷേ ഇതിപ്പോൾ വാർത്തയാകുന്നത് എന്തുകൊണ്ടായിരിക്കാം? ചൈനയിൽ നിന്നുള്ള ചൈന CDCയുടെ റിപ്പോർട്ട് ഞാൻ വായിച്ചു. അതിലവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ, അവർ അത് ജാഗരൂകരായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഈ ഇങ്ങനത്തെ വൈറസുകൾ ഏറ്റവും അധികം കൂടുതൽ പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ അവർ വളരെ കാര്യമായിട്ട് കൂലങ്കഷമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കഴിഞ്ഞ വർഷത്തെക്കാട്ടിൽ ഇത് കുറച്ച് കൂടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് മാത്രമേ ആ റിപ്പോർട്ടിൽ ആധികാരികമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാ മീഡിയ റിപ്പോർട്ട്സും ശരിയാവണമെന്നില്ല. ആധികാരികമായിട്ട് അവർ പറയുന്നത് ഇപ്പോഴുള്ള ഈ ചൈനയിൽ ഈ ശൈത്യകാലത്ത്, ഈ വിൻ്ററിൽ ഉണ്ടാകുന്ന റെസ്പിറേറ്ററി സിംറ്റംസ് ഉണ്ടാക്കുന്ന വൈറസുകൾ ഇതിന് ചെറിയൊരു മുൻകൈ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലുണ്ട് എന്നൊരു കാര്യം മാത്രമേ എനിക്ക് ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇത് കുറേ ഹൈപ്ഡാണ്. നമുക്ക് ഈ ഡിസംബർ ജനുവരിയിൽ എപ്പോഴും ഇങ്ങനൊരു സാധനം ഉണ്ടാവും എന്നുള്ള രീതിയിൽ കൊണ്ട് കുറേ ഹൈപ്ഡായിട്ടാണ് ഇത് വരുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ഇന്ത്യയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ഈ വൈറസ് കുറേ കാലമായിട്ട് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണത്, ഈ വൈറസ് എല്ലാ രാജ്യങ്ങളും കുറേ അധികം കാലമായിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇഷ്ടംപോലെ പേപ്പറുകൾ ഈ വൈറസുകളെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം വന്നൊരു പേപ്പർ നവംബർ 2024 ഗോരഖ്പൂരിലെ ഒരു സ്റ്റഡി, ഗോരഖ്പൂർ UP ഒരു സ്റ്റഡിയിൽ വെച്ച ഒരു സ്റ്റഡീസാണ്. അതിൽ നടത്തിയിരിക്കുന്ന നല്ലൊരു സ്റ്റഡിയാണ്. അതിൽ ഏകദേശം 1000 പേര്, ഈ ചുമ, ജലദോഷം, പനിയായിട്ട് വരുന്ന ഒരു 1000 പേരുടെ സ്രവങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ ഒരു 1.7% ഈ വൈറസ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ പല വൈറസുകളുണ്ട്. അഡിനോ വൈറസ് ഉണ്ട്, റെസ്പിറേറ്ററി സിൻസിറ്റീവ് RSV വൈറസ് ഉണ്ട്, ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ട്, H1N1 ഉണ്ട്, വീണ്ടും ഒരുപാട് വൈറസുകളുണ്ട്. അതിൽ വളരെ ചെറിയൊരു ശതമാനം ഇന്ത്യയിൽ
ഗോരഖ്പൂർ എന്നുള്ള ഏറ്റവും അവസാനത്തെ സ്റ്റഡിയാണ് ഞാൻ പറഞ്ഞത്. ജിപ്മർ എന്ന് വലിയൊരു സ്റ്റഡി 2016 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സൗത്ത് ഇന്ത്യയിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും ചെന്നൈയിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും ഒരുപാട് ഈ HMPV വൈറസുകളുടെ കുറിച്ചുള്ള പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയ വൈറസ് അല്ല, ഇപ്പോൾ ഇന്ത്യയിൽ ഇത് ഉണ്ടായിരിക്കും, നമ്മൾ നോക്കാത്തതുകൊണ്ട് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ടായിരിക്കും, അധികം ഉണ്ടാവാതിരിക്കാൻ സാധ്യതയിച്ചാൽ ഇത് ഇൻഹറൻ്റായിട്ട് എപ്പോഴും നമ്മുടെ ഈ വിൻ്ററിലൊക്കെ കൂടുതൽ പൊട്ടി പുറപ്പെടുന്ന ഒരു വൈറസ് തന്നെയാണ്. എങ്കിലും ഇന്ത്യയിൽ ഇതിനൊരു മേൽക്കൈ വന്നിട്ടില്ല. മറ്റു ഇന്ത്യയിൽ ഇപ്പോഴും കൂടുതലും അഡിനോ വൈറസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ വൈറസ്, അതുപോലെ RSV റെസ്പിറേറ്ററി സിൻസേഷ്യൽ വൈറസ്, ഇതെല്ലാമാണ് കൂടുതലായിട്ട് ഇതുപോലെയുള്ള ജലദോഷപ്പനി ചുമയൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ആ രീതിയിൽ പേടിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇത് വളരെ ചെറിയ കുട്ടികളിലും വളരെ പ്രായമായ ആളുകളിലും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി, അതായത് രോഗപ്രതിരോധ ശക്തി വളരെ കുറവുള്ള, എസ്പെഷ്യലി ട്രാൻസ്പ്ലാന്റ് റെസിപ്പിയൻ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ലഭിച്ച ആളുകൾ, അതുപോലെ മറ്റു കാരണങ്ങൾ കൊണ്ട് ഇമ്മ്യൂണിറ്റി വളരെ കുറഞ്ഞ ആളുകൾ, അതുപോലെ തന്നെ മുൻപ് തന്നെ ശ്വാസകോശ രോഗം കാര്യമായിട്ടുള്ള ആളുകൾ, COPD, ആസ്മ മുതലായിട്ടുള്ള ശ്വാസകോശ രോഗങ്ങൾ കാര്യമായിട്ടുള്ള ആളുകൾ, ഇവർക്കെല്ലാം ഇത് ചിലപ്പോൾ മാരകമാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതാണ് ഒന്ന്. ഇത് കൂടുതലായിട്ട് ബാധിക്കും, ഞാൻ നേരത്തെ പറഞ്ഞു 2 വയസ്സ് 3 വയസ്സ് താഴെ കുട്ടികളെയാണെന്നാണ് പൊതുവേ മറ്റു രാജ്യങ്ങളിലെ പഠനങ്ങളിൽ കാണുന്നത്. പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള പഠനങ്ങൾ കുറച്ച് കൂടുതലായിട്ട് അഡൽട്സിൽ, അതായത് ഒരു 18-നും 30 വയസ്സിനിടയിലുള്ള ആളുകളിലാണ് കുറച്ച് കൂടുതലായിട്ട് കാണുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതുകൊണ്ടുള്ള ഫാറ്റാലിറ്റി, അതായത് മരണമൊക്കെ ഉണ്ടാകുന്നത് വളരെ വളരെ കുറവാണ്. ഉണ്ടാകുന്നത് നോർമലായിട്ടുള്ള ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരിക്കലും മരണം ഉണ്ടാകാനുള്ള സാധ്യത തീരെ ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ വളരെ ചെറിയ കുട്ടികളിലും വളരെ പ്രായമായവരിലും രോഗപ്രതിരോധ ശക്തി വളരെ കുറഞ്ഞവരിലും ഇത് വളരെ സീരിയസ് ആവാനും സിവിയർ ആയിട്ടുള്ള ന്യൂമോണിയ ആവാനും ഒക്കെ സാധ്യതയുണ്ട്. ഇത് രോഗലക്ഷണം നമ്മുടെ സാധാരണ ജലദോഷപ്പനി പോലെ തന്നെയാണ്. ഇത് പടരുന്നു ഏകദേശം അതുപോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ SARS-CoV-2 പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഇത് പടരുന്നതും. ഏതാനും 3-4 ദിവസത്തെ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞാൽ, ഇൻക്യുബേഷൻ പീരീഡ് പറഞ്ഞാൽ വൈറസ് ഉള്ളിൽ കയറിയിട്ട് രോഗലക്ഷണം പുറത്തു വരാനുള്ള സമയം, 3 to 6 ദിവസത്തെ ഇൻക്യുബേഷൻ പീരീഡിന് ശേഷം ഒരു ചുമ, ജലദോഷം, പനിയായിട്ടാണ് ഇത് വരുന്നത്. ചുരുങ്ങിയ ആളുകളിൽ മാത്രം, ചുരുങ്ങിയ ശതമാനം ആളുകളിൽ മാത്രമാണ് ഇത് ന്യൂമോണിയ അല്ലെങ്കിൽ ബ്രോങ്കിയോളൈറ്റിസ് എന്നുള്ള രീതിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുള്ളത്. അത് വരുമ്പോഴാണ് ഇത് കുറച്ചുകൂടി സീരിയസ് ആവുന്നത്. നിർഭാഗ്യവശാൽ ഇപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള ചികിത്സ ഇല്ല. എന്നാൽ സപ്പോർട്ടീവ് തെറാപ്പി, അതായത് നമ്മൾ യൂഷ്വലി മറ്റേ SARS-CoV-2 മറ്റൊക്കെ കൊടുക്കുന്ന മാതിരി നെബുലൈസേഷൻ, അതുപോലെ തന്നെ ഇൻഹേൽഡ് തെറാപ്പികൾ, അതുപോലെ ചിലപ്പോൾ ഓക്സിജൻ കൊടുക്കേണ്ടി വന്ന ഓക്സിജൻ, വേണ്ടി വന്ന വെന്റിലേറ്റർ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, ഇതെല്ലാമാണ് അതിൻ്റെ ചികിത്സ. അതെ, ഞാൻ താങ്കളിലേക്ക് എത്താം. ഡോക്ടർ അമർ ഫെറ്റിൽ, ഇപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ഇത് എപ്പോഴും ഉള്ളൊരു വൈറസ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് അവെയർ അല്ല. ഇത് പുറത്ത് ഈ ഒരു പേരൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുകയാണ്. അത് ചൈനയിൽ വ്യാപകമായി പടരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആകുന്നത്. ഇപ്പോൾ താങ്കളെപ്പോലെയൊക്കെയുള്ള ആരോഗ്യ വിദഗ്ധർക്ക് ഇതിനെക്കുറിച്ച് അറിയാം, എന്നാൽ സാധാരണക്കാരായ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത പുറത്തുനിന്ന് വരുമ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഒരു വാർത്താക്കുറിപ്പിൽ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. തീർച്ചയായും ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനവുമില്ല. അപ്പോൾ അത് എന്ത് തരത്തിലാണ് നമ്മൾ ഒരു ജാഗ്രതയിലേക്ക് പോകേണ്ടത് ഈ ഘട്ടത്തിൽ? ജാഗ്രത എന്ന് പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ളൊരു ഉപദേശം തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞത്. കാരണം ഈ നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച പോലെ നേരത്തെ ഇതുള്ളൊരു വൈറസാണ്. നമ്മൾ സാധാരണ ജലദോഷപ്പനികൾ എന്നൊക്കെ പറഞ്ഞ് പണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് പറയുന്നൊരു കോമൺ പേരുണ്ട്, വൈറൽ ഫീവർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അന്ന് ഇതെല്ലാം ഒന്നിച്ചങ്ങ് കാറ്റഗറൈസ് ചെയ്തങ്ങ് പോവുകയാണ്. ഇപ്പോൾ കുറേയും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് സംവിധാനങ്ങളിൽ ഓരോ വൈറസിനെയും കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോബുകളൊക്കെ ഉണ്ട് ടെസ്റ്റിംഗ് സംവിധാനങ്ങളിൽ. അങ്ങനെയാണ് നമ്മൾ സാധാരണ പണ്ട് കണ്ണിൽ പെടാത്തതോ ടെസ്റ്റിംഗ് സംവിധാനത്തിനകത്ത് റെക്കോർഡഡ് ആകാത്ത പുതിയ വൈറസുകളെ കുറേ എണ്ണത്തിനെ കണ്ടെത്തുന്നത്. വളരെ ന്യൂ ആയിട്ട് കോവിഡ് ഉണ്ടായിരുന്നു, ശരി, പക്ഷേ മറ്റു പലതും പണ്ടേ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ജാഗ്രത എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇത് പകരുന്ന രീതികളെ ആസ്പദമാക്കിയുള്ള ജാഗ്രതയാണ് ഒന്ന്. രണ്ടാമത്തത് ഈ ന്യൂ ഏജ്, ഇപ്പോൾ ഹൈടെക് കാലമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അവിടെ വേറൊരു ടൈപ്പ് ഓഫ് ജാഗ്രതയുണ്ട്. കാരണം അതിൽ ഞാൻ ആദ്യം പറയാം. കാരണം ഇപ്പോൾ ഇവിടുന്ന് തന്നെ സൂചിപ്പിച്ചു ദറ്റ് ഇപ്പോൾ മീഡിയക്കകത്ത് വളരെയധികം റിപ്പോർട്ട്സ് കാണുന്നു, അത് സ്ഥിരീകരിച്ച പിക്ചേഴ്സ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞോട്ടെ, ഇങ്ങനത്തെ പുതിയ വാക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ വാക്ക് പെട്ടെന്ന് ന്യൂസ് മീഡിയയിൽ വരുമ്പോൾ പബ്ലിക്കിൽ പല ആൾക്കാരും അത് കേട്ട് ഒന്നിക്കൽ അത് വളരെയധികം പേടിച്ച് വിറച്ച് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. മാത്രമല്ല ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറേ കാലമായിട്ടുള്ള അനുഭവം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ കുറച്ച് പേര് എന്തെങ്കിലും ഒരു ദുഷിച്ച മനസ്സ് വെച്ച് ഇതിനെപ്പറ്റി വല്ലാത്ത കെട്ടുകഥകളുണ്ടാക്കി ആൾക്കാരെ സ്കെയർ ചെയ്യത്തക്കോണമുള്ള ന്യൂസുകൾ ഈ സോഷ്യൽ മീഡിയ വഴി വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യമേ ഞാൻ പറഞ്ഞിട്ട് വിഷയത്തിൽ കടക്കുന്ന മുമ്പേ പബ്ലിക് ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനത്തെ ന്യൂസുകൾ കേട്ട് എന്ന് നമ്മൾ പേടിയാകുന്ന ന്യൂസുകൾ കേട്ട് കഴിഞ്ഞാൽ അത് ഉടനെ എടുത്ത് 100 പേർക്ക് ഫോർവേഡ് ചെയ്യാതെ
നമ്മുടെ ദിശ ഹെൽപ്പ് ലൈൻ വഴിയൊക്കെ നമ്മുടെ ആരോഗ്യ വകുപ്പിനോടുള്ള ഏതെങ്കിലും ടീമിനോട് ചോദിച്ച് അല്ലെങ്കിൽ അറിയാവുന്ന ഒരു ഡോക്ടറോട് ചോദിച്ച് എന്നിട്ട് വേണം എന്തെങ്കിലും ഈ ഫോർവേഡിംഗ് ഒക്കെ ചെയ്യുക. അല്ലാതെ ഫോർവേഡ് ചെയ്ത് കളയരുത്, വെറുതെ പാനിക്ക് സ്പ്രെഡ് ചെയ്യരുത്. ഇപ്പോൾ പറഞ്ഞത് വളരെ ശരി, നമ്മുടെ മന്ത്രി പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പോൾ പാനിക്കിനോ ആശങ്കയോ ഈ നേരത്ത് യാതൊരു വകുപ്പുമില്ല. ഈ വൈറസ് അസുഖം ഉണ്ടാക്കാറുണ്ട്, ശരിയാണ്. ജലദോഷം, ചുമ, പനി, തുമ്മൽ, മേലുവേദന, ക്ഷീണം, തലവേദന ആൻഡ് വളരെ റെയർ ആയിട്ടുള്ള ഒക്കേഷനിൽ ഇപ്പോൾ വളരെ പ്രായം കുറഞ്ഞ കുട്ടികളോ 60-65 മുകളിലുള്ള വ്യക്തികളോ അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തി എന്തെങ്കിലും കാരണവശാൽ നീണ്ട കാലത്തെ ചികിത്സ കൊണ്ടോ മറ്റ് ഇമ്മ്യൂണോതെറാപ്പി കൊണ്ടോ റേഡിയേഷൻ കൊണ്ടോ കീമോതെറാപ്പി കൊണ്ടോ അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ കുറച്ചുകൂടെ സീരിയസ് ആകാം എന്നല്ലാതെ H1N1 ഉള്ള കാലത്ത് നമ്മൾ എന്ത് നല്ല രീതിയിൽ ക്രിയാത്മകമായി നമ്മളതിനെ ഡീൽ ചെയ്യും. അതേപോലെ തന്നെയാണ് ഇവിടെയും ജാഗ്രത വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ് ഡോക്ടർ അമർ ഫെറ്റിൽ. ഇപ്പോൾ ഇതിന്റെ ഈ ലക്ഷണം എന്ന് പറയുന്നത് ചുമ കൂടാതെ ഈ പനി വരുമ്പോഴുള്ള ലക്ഷണങ്ങൾ കഫക്കെട്ട്, ശ്വാസതടസ്സം, മൂക്കടപ്പ് ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ സാധാരണ ചില ലക്ഷണങ്ങളൊക്കെ തന്നെയാണ്. അത് കോവിഡിന് സമാനമായ തരത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇത് എത്ര കാലം, ഇപ്പോൾ ഈ ജലദോഷവും മൂക്കടപ്പും പനിയും ഒക്കെ ഇപ്പോഴും നമ്മൾക്കിടയിൽ പലർക്കും കാണുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ് എന്ന് നമ്മൾ എങ്ങനെ അറിയും? ഇതിന് കുറേ കാലം നീണ്ടു നിൽക്കുന്ന തരത്തിലേക്ക് പോകുമോ? കോവിഡ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പലതരത്തിൽ അസ്വസ്ഥതകളായി അത് മാറും, നീണ്ടു നിൽക്കുന്ന തരത്തിലേക്കൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷണം ഇതിലുണ്ടോ ഡോക്ടർ അമർ ഫെറ്റിൽ? ഇല്ല 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 ഇത് ഇപ്പോൾ 2001 തൊട്ടേ ഇത് റെക്കോർഡായിട്ടുണ്ട്. ഇതിൻ്റെ എവിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പലതര രാജ്യങ്ങളിൽ നിന്നും പല സ്റ്റഡീസിൽ നിന്നും അങ്ങനെ വരുന്നുണ്ട്. അതെല്ലാം ഒരു സെൽഫ് ലിമിറ്റിംഗ് അസുഖം. സെൽഫ് ലിമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല സപ്പോർട്ടീവ് കെയർ കൊണ്ട് താനേ കുറഞ്ഞു വരുന്ന പനികൾ എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മളൊരു അസുഖം വരുമ്പോൾ ചില ശ്രദ്ധകൾ കൊടുക്കുമ്പോൾ അതോടുകൂടി ആ ഒരു അസുഖത്തിൻ്റെ അസ്വാസ്ഥ്യം മാറി കിട്ടുന്ന അവസ്ഥയുണ്ടല്ലോ ഒരു ഓർഡിനറി പനി വരുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ ന്യൂട്രിഷൻ, ധാരാളം ചൂട് പാനീയങ്ങൾ, റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആവശ്യത്തിനുള്ള ഉറക്കം, ഇതെല്ലാം ചെയ്ത് സ്റ്റീം ഇൻസുലേഷൻ പോലത്തെ സപ്പോർട്ടീവായിട്ടുള്ള കെയറുകളും വീട്ടിൽ നിന്ന് ചെയ്യുന്നതോടുകൂടി ഇത് സാധാരണഗതിയിൽ കുറയും. പിന്നെ ഏത് റെസ്പിറേറ്ററി ഇതുപോലത്തെ വൈറസുകൾ വീടിനകത്ത് പകരാം. കാരണം ചുമയും തുമ്മലിൽ കൂടെ പകരും. അതിപ്പോൾ ഓർഡിനറി നമ്മൾ പേരില്ലാത്ത ജലദോഷങ്ങളും വീട്ടിനകത്ത് എല്ലാവർക്കും കിട്ടാറുണ്ട്. അപ്പോൾ അത് തടയേണ്ടത് എങ്ങനെയാണ്? കുട്ടികളടക്കമുള്ള വ്യക്തികൾ, കുട്ടികൾ, വലിയവർ, മുതിർന്നവർ എല്ലാവരും ചെയ്യേണ്ടത് കോഫ് ഹൈജീൻ നേരത്തെ പറഞ്ഞ സാധാരണ ഒരു ജലദോഷപ്പനി പോലെ വന്നു പോകുന്ന ഒരു അസുഖം മാത്രമാണ് ഇത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ കൂടുതൽ പ്രായമായവർക്കും ഒക്കെ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധ വേണമെന്നതുള്ളത് ഒഴിച്ചാൽ സാധാരണ ജലദോഷപ്പനി പോലെ വന്നു പോകുന്ന ഒരു അസുഖം മാത്രമാണിത്, അല്ലേ? അത് തന്നെയാണ് ശരി. അപ്പോൾ ശ്രദ്ധ വേണമെന്ന് പറയുന്ന ഇതാണ്. നമ്മൾ എന്തെങ്കിലും വിധത്തിൽ നമുക്ക് ഈ പ്രതീക്ഷിച്ച നേരം, സാധാരണഗതിയിൽ ഇങ്ങനത്തെ വൈറൽ ഫീവേഴ്സ് എല്ലാം ഒരു 5 to 7 days, 5 മുതൽ 7 ദിവസം വരെയൊക്കെയാണ് പൊതുവേ മാക്സിമം നീണ്ടു നിൽക്കുക. നമ്മൾ നല്ല ആരോഗ്യ കണ്ടീഷനിൽ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2-3 ദിവസം കൊണ്ടത് കുറഞ്ഞു നിന്നിരിക്കും. പക്ഷേ നമ്മൾ ഈ സപ്പോർട്ടീവായിട്ടുള്ള കെയറൊക്കെ ചെയ്യുന്നു, എന്നിട്ടും അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ തോന്നി, ഒരു കുട്ടിക്കോ വ്യക്തിക്കോ പതിവില്ലാണ്ട് ശ്വാസം മുട്ട് കൂടി വന്നു, അങ്ങനെ വല്ല അപൂർവമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഇതൊരു ഡോക്ടറെ ശ്രദ്ധപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വൈറസ് എന്നല്ല, ഇത് കൂട്ടങ്ങളിലൊന്നാണ്. ഒരു വൈറസിൻ്റെ ജനക്കൂട്ടങ്ങളിൽ ഒന്നാണ് ഈ വൈറസ്. അല്ലാതെ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു അവസ്ഥയിലല്ല ഇതുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഏത് വൈറൽ ഫീവറോ വൈറൽ റെസ്പിറേറ്ററി ശ്വാസകോശ അണുബാധ വന്നാലും പതിവില്ലാണ്ട് ഒരു കൂടലോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച നേരം കൊണ്ട് കുറയാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ചെയ്യേണ്ടത് ഒരു ഡോക്ടറോട് സംസാരിക്കുക എന്നുള്ളതാണ്. പണ്ടാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. ഇപ്പോൾ പക്ഷേ ഒരു പ്രൈമറി നടപടിയായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു ഡോക്ടറോട് ആദ്യം സംസാരിക്കുക. അതിന് 2 വഴികളുണ്ട്. നമ്മുടെ ദിശ 104 അല്ലെങ്കിൽ 1056 വഴി സംസാരിക്കാം, സംശയങ്ങൾ തീർക്കാൻ. അതുപോലെ ടെലിമെഡിസിൻ ഹെൽപ്പ് ലൈൻ സഞ്ജീവനിയുണ്ട്. അപ്പോൾ ഇതിൽ കൂടെയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒരു തള്ളിൽ ചെന്ന് പെരങ്ങാതെ നമ്മൾക്ക് ബേസിക് സംശയങ്ങൾ ചോദിച്ച് സമാധാനമായി എന്ത് കെയറാണ് ഇപ്പോൾ ചെയ്യേണ്ടത്, എന്ത് ഡേഞ്ചർ സൈൻസ് നോക്കണം എന്നൊക്കെ പറഞ്ഞ് നോക്കാം. അപ്പോൾ അത് എല്ലാ അസുഖങ്ങൾക്കും ബാധകമാണ് പറയുന്നത്. ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോളണം. ഈ HP ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. പൊതുവെയുള്ള ഏത് വൈറൽ ഫീവർ വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ആ കൂട്ടത്തിൽ ഒന്നാന്ന് മാത്രമാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ജാഗ്രത അതാണ്. നമ്മൾ പകരാതിരിക്കാൻ ഏത് അസുഖവും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില സ്ഥലത്ത് കൂടുതൽ ശ്രദ്ധിക്കണം. നഴ്സറി സ്കൂൾസ്, അംഗൻവാടി, അവിടെയൊക്കെ കുട്ടികൾ ഇത്രയും, പിന്നെ സ്കൂൾ ബസ്സുകൾ, അപ്പോൾ അവിടെയൊക്കെ കുട്ടികൾ തിങ്ങിപ്പറഞ്ഞ സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സും ആയമാരും കെയർ ടേക്കേഴ്സും ഒക്കെ വീട്ടിൽ പേരൻസ് ചെയ്യുന്ന പോലെ തന്നെ കുട്ടികൾക്ക് ഈ കോഫ് ഹൈജീൻ ശീലിപ്പിക്കുക. ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ വായും മൂടുന്നൊരു ശീലം, ആരോഗ്യശീലം ഉണ്ടാക്കിയെടുക്കുക. ഇടയ്ക്കും പറയ്ക്കും സോപ്പ് ആൻഡ് വാട്ടർ കൊണ്ട് കൈ കഴുകുക. അപ്പോൾ ഇതൊക്കെയാണ് പകരുന്ന മെത്തേഡ്. നേരിട്ട് തുമ്മ ചുമയ്ക്കുക, കയ്യിൽ കൂടെ പകരാം, ടോയ്സിൽ കൂടെ പകരാം.
അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിൽ കൂടെ ഒരു സോക്കാൾഡ് നമ്മളിപ്പോൾ വിചാരിക്കുന്നു വലിയൊരു അറ്റാക്ക് വരുന്നു, അതിനെ നമുക്ക് മുളയിലെ നുള്ളാൻ സാധിക്കും. അതെ, ഞാൻ താങ്കളിലേക്ക് എത്താം. ഡോക്ടർ എൻ എം അരുൺ, ഇപ്പോൾ കോവിഡിന് ശേഷം നമുക്കറിയാം കോവിഡ് ബാധിച്ച ആളുകൾ പലരും പറയുന്നത് അവർ പൊതുവെ വീക്കാണ്, അവർക്ക് പലതരത്തിൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കോവിഡ് ബാധിച്ച അത് കുറച്ച് ഗുരുതരമായി ബാധിക്കപ്പെട്ട ആളുകൾക്ക് ഈ രോഗം വളരെ പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയാലേ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ കോവിഡ് ബാധിച്ചവരിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ നോക്കുമ്പോൾ മറ്റ് വൈറൽ ഇൻഫെക്ഷനുകൾ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഇന്ന വൈറസ് ആണെന്ന് ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടാവില്ല. ഒരു വൈറൽ ഒരു ഇൻഫ്ലുവൻസ മാതിരിയോ അല്ലെങ്കിൽ ചെറിയൊരു ജലദോഷപ്പനി മാതിരി മാറുന്ന ആളുകളിൽ, സാധാരണ മാറുന്ന ആളുകൾ ചിലപ്പോൾ കോവിഡ് കാര്യമായി ബാധിച്ച ആളുകളിൽ, പ്രത്യേകിച്ച് ലങ്സിന് കുറച്ച് ഡാമേജ് ഒക്കെ വന്ന രീതിയിൽ വെന്റിലേറ്ററിലൊക്കെ കുറച്ച് ദിവസം കിടന്നിട്ട് രക്ഷപ്പെട്ട് വന്ന കോവിഡ് ബാധിച്ച ആളുകളിൽ കുറച്ച് കൂടുതൽ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കൂടുതൽ പഠനം നടത്തിയിട്ടല്ല ഞാൻ പറയുന്നത്. ഒരു യുക്തിസഹമായി ചിന്തിക്കുമ്പോൾ ഇത് വരുമ്പോൾ HMPV വരുമ്പോൾ ഒരു പക്ഷേ കോവിഡ് കുറച്ച് കാര്യമായിട്ട് ലങ്സിനെ ബാധിച്ച ആളുകളിൽ കുറച്ച് കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എങ്കിലും കൂടുതൽ ഡാറ്റ വന്നു കഴിഞ്ഞാൽ, കൂടുതൽ പഠനങ്ങൾ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ഇതിൽ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് തീരെ ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പഠനങ്ങൾ കാണിച്ചിരിക്കുന്ന രോഗപ്രതിരോധ ശക്തി വളരെ കുറഞ്ഞ്, പ്രത്യേകിച്ച് ഈ ട്രാൻസ്പ്ലാന്റ് റെസിപ്പിയൻസ് രോഗപ്രതിരോധ ശക്തി കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നവരാണ്. അതുപോലെ പല കാരണങ്ങൾ കൊണ്ട് ഹൈ ഡോസ് സ്റ്റിറോയിഡ് കഴിക്കേണ്ടി വരുന്ന ചില വാതരോഗികൾ അതുപോലുള്ള ആളുകളുണ്ട്. അവരിലും അതുപോലെ ഈ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, ലങ്സിന് കാര്യമായ ഡാമേജ് വന്ന ആളുകളിൽ, സിവിയർ ആസ്മയുള്ള ആളുകളിൽ, അവരിലാണ് ഇതുവരെയുള്ള HMPVയുടെ പഠനങ്ങൾ കാണിക്കുന്ന അവരിലാണ് കൂടുതലായിട്ട് സീരിയസ് ആവാനും ഹോസ്പിറ്റലൈസേഷൻ്റെ ആവശ്യം വരാനും അപൂർവമായിട്ട് മരണങ്ങൾ നടക്കാനും സാധ്യതയുള്ളത്. അതുകൊണ്ട് കോവിഡ് വന്നു പോയ എല്ലാവരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കോവിഡ് സീരിയസ് ആയിട്ട് ലങ്സിനെ ബാധിച്ച ആളുകൾക്ക് ചിലപ്പോൾ ഇപ്പോഴും ചെറിയ ശ്വാസം മുട്ടലും ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ടൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ അവർ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഇതൊരു ന്യൂമോണിയയിലേക്കോ ബ്രോങ്കൈറ്റിസിലേക്കോ ഒക്കെ പോവുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്, അങ്ങനെയാണല്ലേ? അതെ. അപ്പോൾ അത് രോഗലക്ഷണങ്ങൾ വെച്ചിട്ട് നേരത്തെ മറ്റ് സാധാരണ ജലദോഷപ്പനിയും ഇതും തമ്മിൽ എങ്ങനെ വേർതിരിക്കാന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കൊന്ന് വേർതിരിക്കാൻ പറ്റില്ല. ചില സാധാരണ ജലദോഷപ്പനിയുടെ ഒരു വിഭാഗം തന്നെയാണിത്. എന്നാൽ ചില ആളുകളിൽ അത് സീരിയസ് ആവാം. അത് ഇപ്പോൾ ഇൻഫ്ലുവൻസ ആണെങ്കിലും അതുപോലെ H1N1 ആണെങ്കിലും RSV എന്ന് പറയുന്ന വൈറസ് ആണെങ്കിലും ഇതെല്ലാം തന്നെ ചില ആളുകളിൽ കുറച്ച് കൂടുതൽ സീരിയസ് ആവാം. അത് നമുക്കൊരു 3-4 ദിവസം കൊണ്ട് കുറയുന്നില്ലെങ്കിൽ, സാധാരണ നമ്മൾ പറയും ജലദോഷപ്പനിയാണെങ്കിൽ മരുന്ന് കഴിച്ചാൽ ഒരാഴ്ച കൊണ്ട് കുറയും, മരുന്ന് കഴിച്ചില്ലെങ്കിൽ 7 ദിവസം കൊണ്ട് മാറും എന്ന് പറയുന്ന മാതിരി ഇതിൽ ഇങ്ങനെയുള്ളൊരു 4-5 ദിവസം കൊണ്ട് വ്യത്യാസം വരുന്നില്ല, തീരെ കുറയുന്നില്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കുകയും കൂടുതൽ വല്ല പരിശോധനകൾ നടത്തിയിട്ട് ഇതുപോലെയുള്ള HMPV ആവണമെന്നില്ല, അതുപോലെ കുറച്ചുകൂടി സീരിയസ് ആവാൻ സാധ്യതയുള്ള അതുപോലെ ഇതിനങ്ങനെ പ്രത്യേകിച്ച് പരിശോധന എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർ? ഇതിനും സെയിം RT-PCR തന്നെയാണ്. പക്ഷെ നമ്മൾ സാധാരണ നിലയിൽ ഒരു ലാബിലും ഇതിനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ടാവില്ല. PCR മെഷീൻ ഉണ്ടാവും, പക്ഷേ അതിനു വേണ്ട ആ കിറ്റ്, ഈ വൈറസിനെ ഐസൊലേറ്റ് ചെയ്യാനുള്ള കിറ്റ് വളരെ റെഫറൻസ് ലബോറട്ടറികളിൽ മാത്രമേ ഇതിൻ്റെ കിറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. സാധാരണ ലബോറട്ടറികളിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പോൾ ഇതേമാതിരി കുറേ മീഡിയ അറ്റൻഷനൊക്കെ വരുമ്പോൾ കൂടുതൽ ലാബുകാർ ഇത് വാങ്ങിച്ച് വെക്കാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എഗെയിൻ എല്ലാവരും ഇതിൽ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഭൂരിഭാഗം പേരിലും നേരത്തെ അമർഫെറ്റിൽ പറഞ്ഞ പോലെ തന്നെ സെൽഫ് ലിമിറ്റിംഗ് ആയതുകൊണ്ട് ഇത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ഇന്ന സെൽഫ് ലിമിറ്റിംഗ് ആണെന്ന രീതിയിൽ വെക്കേണ്ട കാര്യമില്ല. ഡോക്ടർക്ക് കാര്യമായിട്ട് സംശയം തോന്നുകയാണെങ്കിൽ മാത്രം, വളരെ ചുരുങ്ങിയ ചില ആളുകൾക്ക് മാത്രം ഇത് ടെസ്റ്റ് ചെയ്താൽ മതി. ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള റെസ്പിറേറ്ററി വൈറസ് ഇൻഫെക്ഷനുകൾക്ക് നല്ലൊരു സപ്പോർട്ടീവ് കെയർ ആണ് നമ്മൾ കൊടുക്കുക. ആ നല്ല സപ്പോർട്ടീവ് കെയർ എല്ലാ വൈറസുകൾക്കും സിമിലർ ആണ്. അപ്പോൾ ഒരു വൈറൽ ന്യൂമോണിയ ആണ് എന്നുള്ളൊരു ഡയഗ്നോസിസിന് ഒരു എക്സ്റേ ചെസ്റ്റോ ഒരു CT സ്കാനോ എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും വൈറൽ ന്യൂമോണിയ ആണെന്നുള്ളത്. ആ വൈറൽ ന്യൂമോണിയയുടെ ട്രീറ്റ്മെൻറ്റ് ഒരു എല്ലാത്തിലും ഏകദേശം സിമിലർ ആണ്. അപ്പോൾ അത് മുന്നോട്ട് പോയാൽ മതി. അല്ലാതെ ഇന്ന വൈറസ് ആണ് എന്ന് ഉറപ്പായിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യം ചികിത്സയ്ക്ക് വേണ്ടിയില്ല. പക്ഷെ സർവൈലൻസിന്, നമ്മുടെ നാട്ടിൽ ഏതൊക്കെ തരം വൈറസുകൾ ഉണ്ടെന്നും അതൊക്കെ ആരൊക്കെയാണ് ബാധിക്കുന്നതെന്നുള്ള സർവൈലൻസിനും പഠനത്തിനും വേണ്ടിയിട്ട് ചില റിസർച്ച് ലബോറട്ടറികളിൽ ഇതിൻ്റെ
ടെസ്റ്റുകൾ നടത്തേണ്ടതാണ്. അത് നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പല പേപ്പറുകളും അതുപോലെയുള്ള റിസർച്ചുകൾ നടത്തിയിട്ട് ഉണ്ടാക്കിയ പേപ്പറുകളാണ്. അതുപോലെ എന്നാൽ സാധാരണ ഒരു പേഷ്യൻ്റ് ഇത് ഉടനെ പോയി ടെസ്റ്റ് ചെയ്തതാണോ അല്ലേ എന്ന് അറിയേണ്ട യാതൊരു ആവശ്യവുമില്ല. അതെ ഡോക്ടർ അമർ ഫെറ്റിൽ, ഇപ്പോൾ ഇതിൽ ഈ കോവിഡുമായുള്ള സമാനതകളുണ്ടല്ലോ. നമ്മൾ ഈ ഇപ്പോഴും ആ ഒരു കോവിഡ് എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഭീതിയുണ്ട്. നമുക്ക് ഒരു ഐഡിയയും ഇല്ലാതിരുന്നൊരു സമയത്താണ് ഇങ്ങനെ ഒരു മഹാവ്യാധി നമ്മളെയൊക്കെ കീഴടക്കി പോയത്. അതുകൊണ്ടുകൂടി ആയിരിക്കാം ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ആളുകൾക്കൊരു പേടിയുണ്ടാകുന്നത്. ഇപ്പോൾ കോവിഡിന് സമാനമാണ് പല ലക്ഷണങ്ങളും. അത് പകരുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പ്രതിരോധം, ഈ കൈ കഴുകുക, സോപ്പിട്ട്, അതുപോലെ സാനിറ്റൈസർ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഇതൊക്കെ ഇതിലും പറയുന്നുണ്ട്. ലക്ഷണങ്ങളും സമാനം, പിന്നെ ഇതിന് മരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പേടി നമ്മുടെയൊക്കെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളതിന് തർക്കമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടുകൂടി ആയിരിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു സമാനത എന്നുള്ളത് അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഡോക്ടർ അമർ ഫിറ്റിൽ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പൊതുജനത്തിന് ഏറ്റവും താല്പര്യമുള്ള ഒരു ചോദ്യം തന്നെയാണ് ചോദിച്ചത്. അത് സമാനത എന്ന് പറയുമ്പോൾ മെയിൻലി ഇതിൻ്റെ ലക്ഷണങ്ങളുടെ സമാനതയും അതിൻ്റെ പെരുമാറ്റത്തിൻ്റെ സമാനതയും ഒരു എക്സ്റ്റെൻറ്റ് വരും. ലക്ഷണങ്ങൾ നല്ല സമാനതയുണ്ട്, പക്ഷേ പെരുമാറ്റത്തിൽ കോവിഡ് ഒരു പുതിയ വൈറസ് ആയിരുന്നു. ആ ടോട്ടലി ന്യൂ വൈറസ് വന്ന് നമ്മളെ ബാധിച്ചപ്പോൾ അത് വളരെ വ്യത്യസ്തമായ, അതുവരെ നമ്മൾ അന്നേ നാൾ വരെ അനുഭവിച്ച ഓർഡിനറി വൈറൽ റെസ്പിറേറ്ററി ശ്വാസകോശ അണുബാധകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അത് ഇവോൾവ് ചെയ്തത്. അതായത് അത് വ്യക്തികളെ ബാധിച്ചു തുടങ്ങിയത്. അതുവരെ നമുക്ക് എത്ര നൂറ്റാണ്ടുകളായിട്ട് വൈറൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ട്. നമ്മുടെ കോവിഡ് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ആൾക്കാരെ ബാധിച്ചത്. ഇത് നേരെ മറിച്ച് നമുക്ക് ഈ പറഞ്ഞ 2001 മുതൽ ഇങ്ങോട്ടും അതിൻ്റെ ബാക്കിലേക്കും കുറേ കാലം ഇതുണ്ടായിരുന്നു. ട്രേസ് സാമ്പിൾസാണ്. ചിലപ്പോൾ 100-ഒക്കെ 100-200 എടുക്കുമ്പോൾ 1, 2, 3 സാമ്പിൾസൊക്കെയാണ് പലപ്പോഴും പോസിറ്റീവ് ഇതിന് കിട്ടുക. അപ്പോൾ ഇത് അന്നേ കണ്ടുപിടിക്കുന്നുണ്ട്, വൈറൽ പാനൽസിൽ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഈ സെൽഫ് ലിമിറ്റിംഗ് ആയി എന്നുള്ളത് നമുക്കറിയണം. കോവിഡിൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ വന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇത് ആ രീതിയിൽ ഈ വൈറസ് എവിടെയും വൻതോതിൽ ഒരു സമൂഹത്തിൽ ആൾക്കാർക്ക് പ്രശ്നമുണ്ടാക്കി അവരെല്ലാം ഹോസ്പിറ്റലിൽ കയറ്റി അവർക്കെല്ലാം ഓക്സിജൻ കൊടുക്കേണ്ടി വരുമോ, അവരെ വെന്റിലേറ്റർ ഇടേണ്ടി വരുന്ന സിറ്റുവേഷൻ ഒരിക്കലും ഇത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സമാനത അവിടെ എൻഡ് ചെയ്യാണ്. ലക്ഷണങ്ങളിൽ സമാനതയുണ്ട്, പക്ഷേ അതിൻ്റെ ലോങ് ടേം ബിഹേവിയറിൽ ഇന്ന് വരെ അങ്ങനെ ഒരു സമാനതയില്ല. പിന്നെ മരുന്നില്ല എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും കോവിഡിനില്ല, ഇതിനുമില്ല. ഇതല്ല H1N1 ആദ്യം ഇല്ലായിരുന്നു, പക്ഷേ പിന്നെ ഓസൽറ്റാമർ മരുന്ന് വന്നു. അങ്ങനെ ഒട്ടേറെ വൈറസുകൾക്ക് നമുക്ക് ഓർഡിനറി ആയിട്ടുള്ള മരുന്നുകളില്ല. അപ്പോൾ പക്ഷേ അതേസമയം സപ്പോർട്ടീവ് കെയർ വളരെ ഇഫക്റ്റീവ്. നമ്മുടെ ബോഡിക്ക് ഒരു പ്രതിരോധ ശക്തി ഉണ്ടെന്ന് നമ്മൾ മറക്കരുത്. നമ്മുടെ ബോഡി ഇതിനെ പലതിനെയും ഡീൽ ചെയ്യാനുള്ള പ്രതിരോധ ശക്തി നമുക്കുണ്ട്. അതിനെ എൻഹാൻസ് ചെയ്യാനാണ് നമ്മൾ ന്യൂട്രീഷനും ഈ റെസ്റ്റിൻ്റെ കാര്യം ഞാൻ ഇന്ന് എടുത്ത് പറഞ്ഞോട്ടെ. ഇന്ന് ഈ റെസ്റ്റ് കുറയുന്നു, സ്ട്രെസ്സ് കൂടുന്ന സിറ്റുവേഷനിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും. അതുകൊണ്ട് ഉറക്കം ഗ്യാരണ്ടി ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് പലരും ഫോണിലൊക്കെ കളിച്ചും അങ്ങനെ ഉറങ്ങേണ്ട ടൈം ഒരു 6, 7, 8 മണിക്കൂറിൽ നിന്ന് ചുരുങ്ങിയിട്ട് 2-3 മണിക്കൂർ മാത്രം ഉറങ്ങുന്നൊരു സ്വഭാവം വളരെയധികം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഈ റെസ്റ്റ് കുറഞ്ഞ് ഇമ്മ്യൂണിറ്റി കുറയ്ക്കാനും ഒക്കെ ഉള്ള കാരണങ്ങൾ. അപ്പോൾ ആ രീതിയിൽ പാനിക്കില്ലാതെ ഇത് സാധാരണ വരുന്നൊരു ജലദോഷ പനികളിൽ ഇന്ന് നമുക്ക് മോഡേൺ ടെക്നോളജി ഉള്ളത്. ഇപ്പോൾ നമ്മുടെ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ഇതെല്ലാം ഇപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഇല്ലാതെ ഇല്ല. അപ്പോൾ അത് നടക്കും. നമുക്ക് നല്ല പര്യവേഷണം, സർവൈലൻസ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ട്, ഒരു വ്യക്തി ഇപ്പോൾ പുറത്തൊക്കെ യാത്ര ചെയ്യുകയോ ഇൻ്റർനാഷണൽ ട്രാവലൊക്കെ പോയിട്ട് പെട്ടെന്നൊരു ജലദോഷം വന്നെന്ന് പറയുകയാണെങ്കിൽ അതും 99% ഓർഡിനറി ജലദോഷമായിരിക്കും. ഓർ മേ ബി ഇൻഫ്ലുവൻസ മച്ച് മോർ കോമൺ ആണ്. ട്രീറ്റ്മെൻറ്റുള്ള ഇൻഫ്ലുവൻസ വളരെ കോമൺ ആണ്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം. പക്ഷേ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്ത് വന്നിട്ട് പുറത്ത് യാത്ര ചെയ്ത് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ നമ്മുടെ അടുത്തുള്ള ആരോഗ്യ സംവിധാനത്തിനെ അറിയിക്കുക, നമ്മുടെ ലോക്കൽ ഹെൽത്ത് വർക്കറെ അറിയിക്കുക, നമ്മുടെ അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറോ JHIനെ അറിയിക്കുക. അവരവിടുത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുമായി സംസാരിക്കുന്നു, ആ ഡോക്ടർ അത് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിക്കുന്നു. ഒരു സ്പോട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ഒരു തീരുമാനത്തിനുള്ള സംവിധാനങ്ങളും ആ ചൊടിയും ഇന്ന് നമ്മുടെ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പൂർണ്ണ കോൺഫിഡൻസോടുകൂടി മുമ്പോട്ട് തീർച്ചയായും ആ സംവിധാനങ്ങളിൽ നമ്മൾ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുകയും ചെയ്തു. തിരികെ ന്യൂസ് ഈവനിങ്ങിലേക്ക് ഡോക്ടർ അരുൺ, ഇപ്പോൾ നമുക്ക് പ്രേക്ഷകർ ചില സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ 1-2 സംശയങ്ങൾ ഈ സമയം, പ്രത്യേകിച്ച് തണുപ്പ് കാലമൊക്കെയാണ്, അപ്പോൾ പൊതുവെ എല്ലാവർക്കും ചുമ, ജലദോഷം ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് ഈ അസുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇതിനോടകം ഇത് സംസാരിച്ച് കഴിഞ്ഞതാണെങ്കിലും പ്രേക്ഷകരുടെ സംശയം കൂടി ഒന്ന് ചോദിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് ഇത്തരം അസുഖങ്ങളൊക്കെ ആദ്യം ചൈനയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന സംശയമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ചെറിയ മറുപടി. ചൈനയിൽ നിന്ന് എന്തുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഇത് നേരത്തെ എനിക്ക് തോന്നുന്ന എല്ലാ ലോകത്തൊരു എല്ലാ രാജ്യങ്ങളും റിപ്പോർട്ട് ചെയ്ത അസുഖമാണ് HMPV. അതുകൊണ്ട് ചൈന ഒരുപക്ഷെ കോവിഡിന് ശേഷം അവരുടെ സർവൈലൻസ് സിസ്റ്റം കുറച്ചുകൂടിയും മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്
ഓരോ ആഴ്ചകളിലും ഈ സ്രവങ്ങളുടെ പരിശോധനയും ആ പരിശോധനകളിൽ ഏത് തരം വൈറസുകളാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ഒരു ലൈവായിട്ടുള്ള ഒരു സാധനം ഇവർ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അവരുടെ എനിക്ക് തോന്നുന്ന ഒരു സർവൈലൻസ് കുറച്ച് മെച്ചപ്പെടുത്തിയതുകൊണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഈ വൈറസുകൾ മറ്റേ SARS-CoV-2 കാര്യത്തിൽ ഒരു പക്ഷേ അതുപോലെയുള്ള മറ്റേ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് ചാടുന്ന വൈറസുകൾ ചൈന പോലുള്ള രാജ്യങ്ങളിൽ ചിലപ്പോൾ കൂടുതൽ വരുന്നത് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ആ ഇൻറ്ററാക്ഷൻസ് അവിടെ കുറച്ച് കൂടുതലുള്ളതുകൊണ്ടാണ്. ഒരുപക്ഷെ അങ്ങനെയുള്ള പലതരം മൃഗങ്ങളെ വളർത്തുകയും ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ജനതയായതുകൊണ്ടായിരിക്കാം ചൈനയിൽ ആ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് ചാടുന്ന ടൈപ്പ് വൈറസുകൾ കൂടുതൽ വരുന്നത്. ഈ വൈറസ് എല്ലാ ഭാഗത്തും ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിലും ഉണ്ട്, എല്ലാ ഭാഗത്തും ഉണ്ട്. അതുകൊണ്ട് ഇത് അങ്ങനെ ചൈനയുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ചൈന ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറപ്പെടുവിച്ചുകൊണ്ട് ചൈന ആയതുകൊണ്ട് മാധ്യമങ്ങൾ അത് ശ്രദ്ധിച്ചു, മാധ്യമങ്ങൾ അത് വൈറലാക്കി. അത് മാത്രമാണുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി നമുക്കിത് ഏത് വൈറസാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ RT-PCR ടെസ്റ്റ് തന്നെ ചെയ്യണം. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പ്രത്യേകിച്ച് നേരത്തെ അമർ ഫെറ്റിൽ പറഞ്ഞ മാതിരി വിശ്രമം പ്രധാനമാണ്. നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. അതുകൊണ്ട് എല്ലാവർക്കും തിരക്കിട്ട പണികളാണ്, ജോലികളാണ്. അതുകൊണ്ട് പനി ചുമ ജലദോഷം വന്നു കഴിഞ്ഞാൽ ആദ്യം വിശ്രമിക്കുകയാണ് വേണ്ടത്. 2-3 ദിവസം വിശ്രമിച്ചിട്ട് പാരസിറ്റമോൾ കഴിക്കാം, ജലദോഷത്തിനുള്ള സാധാരണ മരുന്നുകൾ കഴിക്കാം, ചുമയുടെ മരുന്നുകൾ കഴിക്കാം. 3-4 ദിവസം കൊണ്ട് കുറവില്ലെങ്കിൽ മാത്രം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സഞ്ജീവനിയോ അതുപോലെ തന്നെ ഏതൊരു ഡോക്ടറെ കൊണ്ട് ഓൺലൈനായിട്ടെല്ലാം കൺസൾട്ട് ചെയ്തിട്ട് പിന്നെയും വേറെ എന്തെങ്കിലും മുഴുവൻ മാറുന്നില്ലെങ്കിൽ മാത്രം ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ചെയ്താൽ മതി. ഇത് ഈ വൈറസിനല്ല, ഇതുപോലെയുള്ള എല്ലാ വൈറസിനും ഇത് തന്നെ മതി. ഇതാവില്ല നമുക്ക് കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത് ചിലപ്പോൾ H1N1 അല്ലെങ്കിൽ പാരാ ഇൻഫ്ലുവൻസയോ ഒക്കെ ആയിരിക്കും നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളത്. നേരത്തെ പറഞ്ഞ ഗോരഖ്പൂരിന്റെ സ്റ്റഡിയിൽ 1%, 1.4% മാത്രമേ ഇതുള്ളൂ. ബാക്കിയെല്ലാം മറ്റു വൈറസുകളാണ്. അപ്പം അതുകൊണ്ട് ഈ എല്ലാ വൈറസുകളാണെങ്കിലും അതിൻ്റെ ചികിത്സ ഏകദേശം ഒരുപോലെ തന്നെയാണ്. കുറച്ച് സിവിയർ ആവുകയാണെങ്കിൽ ചിലപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും, നെബുലൈസേഷൻ കൊടുക്കേണ്ടി വരും, അപൂർവമായിട്ട് ഓക്സിജൻ കൊടുക്കേണ്ടി വരാം. അതിനുള്ള മറ്റ് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റും മതിയാവും. അതെ, ഏതായാലും മാസ്ക് വയ്ക്കുക എന്നൊക്കെയുള്ളത് അത് പ്രത്യേകിച്ച് ഗർഭിണികൾ, പ്രായമുള്ളവർ, അല്ലെങ്കിൽ തീരെ ചെറിയ കുട്ടികൾ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ എന്നൊക്കെയുള്ളവർ മാസ്ക് വയ്ക്കുന്നത് നല്ലതാണ് എന്ന് അതിപ്പോ മന്ത്രി തന്നെ പറഞ്ഞു. ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുക, പബ്ലിക് പ്ലേസിൽ പോവാതിരിക്കുക. അതെ, വളരെ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ. ഏതായാലും അതിൽ ഒരാശങ്കയുടെയും അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യ വിദഗ്ധർ നേരിട്ട് നമ്മളോട് പറയുകയാണ്. പ്രചരിക്കുന്ന പല കാര്യങ്ങളിലും വസ്തുതയുണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തവുമല്ല. ഏതായാലും ഇങ്ങനൊരു രോഗമുണ്ട്, ഇങ്ങനൊരു വൈറസ് ഉണ്ട് എന്നുള്ളത് ഇതിനു മുൻപ് തന്നെ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് എപ്പോഴും നമുക്കിടയിലൊക്കെ ഉള്ളതുമാണ്. പക്ഷേ ഇപ്പോൾ പറയുന്ന തരത്തിലേക്ക് ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ്. വളരെ നന്ദി ഡോക്ടർ അമർ ഫെറ്റിൽ, ഡോക്ടർ N. M. അരുൺ ന്യൂസ് ഈവനിങ്ങിൽ പങ്കെടുത്തതിന്.